പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേട്ടനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ പോയി ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അമ്മ അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ സവാള അരിയുകയാണ്. എനിക്ക് സവാള അരിയാനും വഴറ്റാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടെടുത്തു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു കൊടുത്തു. ഇന്ന് രാവിലെ നമുക്ക് പുട്ടും കടലക്കറി അമ്മ അത് രാവിലെ തന്നെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്നലെ തേങ്ങാക്കൊത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ബീഫ് റോസ്റ്റ് വെക്കുന്നത് അച്ഛനാണ്. എന്തായാലും അച്ഛനപ്പോൾ ആ ഒരു സമയത്ത് എന്തോ പണിയിലായതുകൊണ്ട് ഞാൻ ഇന്ന് തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് വഴറ്റി വെക്കാമെന്ന് കരുതി. അങ്ങനെ സവാളയെല്ലാം നല്ലപോലെ ഞാൻ വഴറ്റി എല്ലാം സെറ്റായി കൊടുത്തപ്പോഴത്തേനും അച്ഛൻ വന്നു. പിന്നെ അച്ഛന് ബീഫ് റോസ്റ്റൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ വന്നാൽ അപ്പം തന്നെ ഒരാളിതാ ഇവിടെ വന്നിരിക്കും. അത് കിട്ടാതെ അവൻ പോകത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ചൂട് നല്ല ഗ്രേവിയൊക്കെ ഉള്ള നല്ല ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഇളക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അത് വേറൊന്നാണ്. ഞാനാണ് ഈ ഇളക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കാത്തിരുന്ന അതിഥികൾ വന്നു. ഉച്ചയായപ്പോഴാണ് രണ്ടുപേരും വന്ന അമ്മയും ചേട്ടായി. അപ്പം എനിക്ക് വട്ടയപ്പം, സുഖിയനെ, ഏത്തയ്ക്കാപ്പുളി, ചക്ക ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ ചക്ക ദിനം കൊതിയെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയോ സംഘടിപ്പിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നമ്മൾ തന്നെ ചോറ്, ബീഫ് റോസ്റ്റ്, പയറുതോരൻ, കപ്പ, മീൻകറി, അതുപോലെ തന്നെ നമ്മുടെ നാടൻ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം ആയപ്പം അമ്മ കൊണ്ടുവന്ന പഴംപൊരിയും സുഖിയനും വട്ടയപ്പമൊക്കെ കൂട്ടി ചായ കുടിച്ചു. പിന്നെ അവർ ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥയാണ്. ഇവൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോയി ഭയങ്കര സങ്കടമാണ്. അപ്പം അടുത്ത വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, ബൈ.